കുട്ടനല്ലേ ആ പോണത്? ഹോ, ഈ നാറി ഇന്നും പണിക്ക് പോയായിരുന്ന ബാക്കിയുള്ളവന്റെ വില കളയാനായിട്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്, മഴ, ചിങ്ങമ്പഴം, ഹോ, അന്തസ്. ദീപ് അം ദീപ് അം ദീപ് അം ദീപ് അം ദീപ് അം ദീപ് അം തരത്തിന് ഇതെനിക്കുള്ളതാ. ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ കരകവാരിതി നടുവേദനെടുത്തിട്ടെന്റെ പൊന്നോ. എന്റെ അമ്മയ്ക്ക് വയ്യെങ്കിൽ എന്നോട് പറഞ്ഞാ പോരാ, ഞാൻ വിളക്കത്തിച്ച് വെക്കത്തില്ലേ? എന്റെ മരുമോനാ ഇവൻ വിളക്കത്തിക്കണ കാണാനായിട്ട് എന്ത് രസമാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം വിളക്കത്തിക്കാൻ പറഞ്ഞപ്പോ 4 മണ്ണെണ്ണ വിളക്കാണ് അടുപ്പിലിട്ട് കത്തിച്ചത്. എന്നിട്ട് ആ അടുപ്പിലെ പുക പോകുമ്പോ അപ്പുറത്തെ വീട്ടിലെ വിലാസിനി ചേച്ചി വക ഒരു കോമഡി, അയ്യസാറോ നിങ്ങളുടെ വീട്ടിലേക്ക് മാറ്റിയോന്ന്. അവർക്ക് വിവരമില്ലെന്നേ. ആ, ഇവന് നല്ല വിവരമാണ്. സാധാരണ പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാരോട് പിണങ്ങിയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇത് ഇവൻ ഭാര്യനോട് പിണങ്ങിയിട്ട് ഇവൻ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കണം. അവളാണെങ്കിൽ അവിടെ, അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു വെള്ളം ചൂടാക്കി തരുമായിരുന്നില്ലേ? എന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ ഒരു വേലക്കാരിയെ കണ്ടുപിടിച്ചോണ്ട് തന്നില്ലായിരുന്നാ? ശരിയാ, മുമ്പ് ഇവനൊരു വേലക്കാരിയെ കണ്ടുപിടിച്ച് തന്നായിരുന്നു. പിന്നെ ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമല്ലേ. കലോച്ച് കഴിച്ചു ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളാണ് നാട്ടുകാർക്ക് മൊത്തം എന്റെ കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുന്നത്. പേരാട്ടക്കേളവി ഒരു സ്വസ്ഥത തരികയല്ല, ഒരു സമാധാനവും തരികയല്ല. എന്റെ വിലാസിനി ചേച്ചി വെള്ളം കോരുന്നതിന് മുമ്പ് ആ കപ്പിയിലിച്ചിരി എണ്ണയോ ഗ്രീസോ ചേർത്ത് ആ കപ്പി കരയുന്നതുകൊണ്ട് ഇവിടെ കേൾക്കാല്ല. കപ്പി അരിഞ്ഞതല്ലടാ, വിഷമം കൊണ്ട് ഞാൻ കരഞ്ഞതാണ്. അയ്യോ, അമ്മ കരയുന്നോ? നീ എന്റെ പെരട്ടക്കളവി എന്ന് വിളിച്ചില്ലേ? എന്റെ അമ്മ കരയരുത്, കരയുന്ന മുഖം കൊള്ളത്തില്ല. അമ്മ ചിരിക്കണം, ചിരിക്കണ മുഖമാണ് ഈ മരുമോന് കാണേണ്ടത്. ചിരിക്കമ്മേ, ചിരിക്ക്. നിർത്തിക്കേ, അമ്മ കരഞ്ഞു. എന്തായാലും എന്റെ വാസക്കൊച്ചത്ത ഇതൊന്നും കാണാനും കേൾക്കാനും നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. നേരത്തെ പോയില്ലേ? ആ പറച്ചില് കേട്ടാ തോന്നും പുള്ളി ചത്ത് അങ്ങ് മേളിരിക്കുവാന്ന്. ഈ തള്ളയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് വെളുപ്പിനെ ഷാപ്പിൽ പോയിരിക്കും അങ്ങേര്. ഞാൻ പറഞ്ഞത് നേരത്തെ പോയില്ല. എന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഒരേ പ്രായക്കാരല്ലേ. ഇത് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് തരാൻ ആരും ഇല്ലാത്ത കാരണം ഞാനിപ്പോഴും നരച്ചിരിക്കും. അല്ല, ആരായി ഇരിക്കണത്? വിതുരേനെ തങ്കോണ്ടല്ലേ? 16-ാമത്തെ വയസ്സിൽ എന്നെ ആദ്യമായിട്ട് പെണ്ണാണാൻ വന്നത്. നീ ചിരിക്കണ്ട, നിന്റെ അതേ സ്വഭാവമാണ് ഇവനും. എന്നത്തെ പണിക്ക് പോകൂല, ഇതേപോലെ കലിങ്കേല് വന്നിരിക്കും. എന്നിട്ട് ഇവിടെ നടക്കണം നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ നീ വെറുതെ ഇരുന്ന് അങ്ങോട്ട് കിടിക്കും. എടാ മോനെ ബാബുവിന്, നീ ഇന്നെന്താ പണിക്ക് പോയിരുന്നത്? എന്റെ അമ്മ, ഞാൻ പണിക്ക് പോകാൻ എന്നിറങ്ങിയാലും ആ ദാസന്റെ പൂച്ച വന്ന് വട്ടം ചാടും. അത് അപശകുനമല്ലേ? പിന്നെ ഞാനിങ്ങനെ പണിക്ക് പോണത് ഈ പൂച്ച കാരണം ഞാൻ ഒരാഴ്ച ഈ വീട്ടിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നാളെ പൂച്ച പുറത്തിറങ്ങുമ്പോ നീ വട്ടം ചാട്. ഒരാഴ്ച പൂച്ച വീട്ടിലിരിക്കട്ടാ, കട്ടാമുക്ക് വർത്താനം പറഞ്ഞിരിക്കണം. അമ്മ പറയുന്ന പോലെ എനിക്ക് പണിക്ക് പോകാൻ മടിയൊന്നുമില്ല. ഞാൻ ഈ നാളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാ. എന്റെ നാള് മൂലമാണ്. അപ്പൊ ജോത്സ്യം പറഞ്ഞു മൂലത്തിൽ പൈസ ഇരിക്കത്തില്ല. മൂലത്തിൽ പൈസ ഇരിക്കത്തില്ല. ആരാ അവനോട് ഇത് പറഞ്ഞത്? 1.5 കിലോ സ്വർണം പരിഹരിക്കും ഈ ആൾക്കൊട്ടിൽ നടക്കണമെന്നിരിക്കും. എന്നിട്ട് ഇവൻ നാളിന്റെ ദോഷവും പറഞ്ഞ് കിടക്കേ എന്റെ പെൻഷൻ കാശിട്ട് ഇവിടെ കഞ്ഞി കുടിച്ചു പോണു. അറിയാമോ? അമ്മയുടെ ഈ മാസം പെൻഷൻ വന്നാ? ഇന്നലെ ഒന്നല്ല. എന്റെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഇവരെ മറ്റേ കള്ളും കഞ്ചാവും കുടിച്ച് കയറി വരാനാ. അയ്യോ, എന്നെ അടിച്ചെന്ന് പറഞ്ഞാലും സുശീലിനൊരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡ് വിട്ടൊരു കളിയില്ല. സുശീലന്റെ മൈൻഡ് നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ആയിക്കണെന്നാടാ, അത് നമ്മുടെ വീട്ടിലെ വാഴയല്ലേ? ഇന്നവനത് വാഴ. കഴിഞ്ഞ ദിവസം കഞ്ചാവ് അടിച്ചു വന്നിട്ട് ആ വാഴക്കരുത്ത് കെട്ടിപ്പിടുത്തോ ഉമ്മ എന്താടാന്ന് വെച്ചപ്പോ ഇവൻ പറയാണ് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യത്തിന് നിങ്ങൾ ഇടപെടണ്ടാന്ന്. അതാണ് സുശീലന്റെ മൈൻഡ്. ഹലോ അലിയ, നീ ഗൾഫീന്ന് വന്നാ? എടാ, ഞാൻ പറഞ്ഞ 10 വർഷത്തോളം മണ്ണിനടി കുഴിച്ചിട്ട് കുപ്പിനി കൊണ്ടുവന്നാ. അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ അടിച്ച് തകർക്കും. തള്ള എവിടെ? അമ്മേ, എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ ഗൾഫിൽ നിന്ന് എനിക്ക് എന്താന്നാ കൊണ്ടുവന്നത്? 10 വർഷത്തോളം മണ്ണിനടിയിൽ കുഴിച്ചിട്ട സാധനം. എന്റെ ദൈവമേ, അറബിയുടെ ശവം. പിന്നെ
നീ ആ കേസിലൊന്നും ബന്ധപ്പെടില്ലേ? ഇത് പോലീസിലൊന്നും നിക്കൂല, പട്ടാളത്തിലാ നിക്കുള്ളു. പിന്നെ പട്ടാളം കൂടി വരും ഇങ്ങനത്തെ മുഖമുള്ള ജീപ്പില്. പട്ടാളക്കാരൊരു ജീപ്പ് എടുത്തില്ല, ഇങ്ങനത്തെ മുഖമുള്ളത്. മിലിറ്ററി ട്രക്ക്. അത് നിനക്ക് പറയാൻ പറ്റും, പക്ഷെ എനിക്കത് പറയാൻ പറ്റൂല. ഈ പിള്ളേര് ഈന്തപ്പഴം തന്നിട്ട് കുരുതൂപ്പൂലേ, അതേപോലെ പല്ല് മൊത്തം കൂടെ കിടക്കും. അതാണ് എന്റെ അമ്മ, എന്റെ മനസ്സിൽ മുഴുവൻ ബിസിനസ് ആണ്. അതൊക്കെ എന്റെ അച്ഛൻ. ഞാൻ ഈ ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ വീടിന്റെ ആധാരം എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു. പക്ഷെ ബിസിനസ് പൊളിഞ്ഞു പോയി. അതുപോലെ അമ്മയും ഈ വീടിന്റെ ആധാരം എടുത്തിരിക്കുന്നതാ. ഞാൻ ഒരു കിടക്കാച്ചി ബിസിനസ് അങ്ങോട്ട് ചെയ്യട്ടെ. നിന്റെ തന്ത ചെയ്ത പോലെ ഞാൻ അങ്ങോട്ട് ചെയ്യണം. സംഭവം കൊള്ളാം, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ മോനെ. എന്ത് പ്രശ്നം? നിന്റെ തന്തയില്ല, എന്റെ തന്ത. ചിരിച്ച് ചിരിച്ച് ചിരിച്ചൊരു വഴിയാണ്. അയ്യോ നല്ലതായിരുന്നു അല്ലേ പകർ ചേട്ടാ? ബൈജുകുട്ടാ, എന്തോ പ്രവീണേ, എന്തോ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൗണ്ടറാന്നറിയാം. ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചാണോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല. ഒരു ചെറിയ കരച്ചില്. അത് അടുത്ത വീട്ടിലെ കപ്പി, അതായത് കപ്പി അറിയുന്ന സൗണ്ടാണ്. ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാ ബൈജു? അങ്ങനെ ഒരു ഉദാഹരണം ഇതുവരെയും കേട്ടു. ചോട്ട ഗംഭീര സ്കിറ്റ്, രസമായിരുന്നു. ഇനി നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 ജോക്സ് ഇതിലേതൊക്കെയായിരുന്നു? സ്റ്റാർട്ടിങ്ങില് ദീപ് ഇവിടെ ബ്രേക്ക് പറഞ്ഞ സമയത്ത് എല്ലാരും അത് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ദീപ് ഞാൻ 16 വയസ്സില് പെണ്ണ് കാണാൻ വന്നല്ലേ. അല്ല, എന്നാലും 16 വയസ്സിൽ ഇതുപോലെ എന്തൊരു സംഭവം നടന്നിട്ടുണ്ട്? ഇല്ല. ഒരു പ്രണയം. ഞാൻ ആദ്യം എന്റെ പണയം എടുക്കട്ടെ. തങ്കച്ചൻ ചേട്ടൻ ഒരു വീട്ടില് 2 പ്രാവശ്യം അയ്യോ എന്റെ ദൈവമേ, ഇനി അത് ഡിസ്കവറി ചാനലിൽ മാത്രമേ കാണിക്കാവുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയണം. അല്ല, അനിയനും ചേട്ടനും ബ്രോക്കറാണ്. അപ്പോ അനിയൻ കൊണ്ടുപോയി കാണിച്ചിട്ട് അനിയൻ പോയിട്ട് പിന്നീട് ചേട്ടൻ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞില്ല, വീട് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ആദ്യം പോയത് ഫ്രണ്ട് വഴി, അപ്പൊ രണ്ടാം പ്രാവശ്യം പോയത് ബാക്ക് വഴി. അപ്പൊ എനിക്കിത് മനസ്സിലാവുന്നില്ല. അവിടെ ചെന്നപ്പോ എനിക്ക് ചില മുഖങ്ങൾ പരിചയമുണ്ട്. അപ്പൊ എനിക്കൊരു നാണം. ഒരു പ്രാവശ്യം അവിടെ പോയതല്ലേ, പെണ്ണിന്റെ അച്ഛനെയൊക്കെ, അത് ഒരു നാണം. ചോദിച്ചപ്പോ ഈ സെയിം വീട് ഫ്രണ്ട് ഭാഗം അവര് ഗേറ്റ് ഇത് മതിൽ വെച്ച് അടച്ചു കളഞ്ഞു. ബാക്കിൽ ഒരു കിണർ വന്നു. ഇതാണ് വ്യത്യാസം. നിങ്ങൾ ചെല്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് ഫ്രണ്ട് കയറ്റി വെച്ചാൽ അല്ലേ? അങ്ങനെയല്ല, ഇത് ഒരു 1-2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ശരി, അടിപൊളി. എന്തായാലും നമുക്ക് മൂൺ വോക്കിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തെന്നി മാറി ഒന്ന് അങ്ങോട്ടേക്ക് വരെ പോട്ടെ. കാരണം ഇതുപോലെ കോമഡി രംഗങ്ങളും കോമഡി സീൻസും ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. എല്ലാം ഉണ്ട്. ഇപ്പം റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, അതേപോലെ തന്നെയാണ് ഡാൻസും അതിലൊരു ഭാഗമാണ്. അങ്ങനെ ഈ പിള്ളേരാണെങ്കിൽ നല്ല കിഡിലായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ്. അവിടുന്ന് 2 പേരാണ് വെല്ലുവിളിക്കണം. നിങ്ങൾ പിടിച്ചത് മൂർഖന. ഒരാളെ കൂടെ വിളിക്കണോ? സെന്റർ കളിക്കണ്ടേ? പ്രേമും മനോജും ആണ്. എനിക്ക് സെന്റർ കളിക്കണ്ടേ? ചുമ്മാ പറഞ്ഞാട്ടെ, എനിക്ക് ഒറ്റക്ക് കളിക്കാൻ പേടിയായിട്ട് 2 പേരെ വിളിച്ചത്. Move your body. Don't. താങ്ക് യു മനോജ്, താങ്ക് യു പ്രേം. എന്തായാലും ഗംഭീരമായിരുന്നു ചേട്ടാ. സന്തോഷം. പിള്ളേര് പേടിച്ചു. നമ്മള് പേടിപ്പിച്ച് വിട്ടാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് പേടിച്ചാലോ? ബാറ്ററി കാണണ്ടേ? പേടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, എത്ര കിട്ടി ഏത് കിട്ടിയെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ സ്കിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂമർ ജിഷോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒരു മിനിറ്റ്, നിങ്ങളുടെ പാടായി. ജിഷോ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളമാണ് ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത്. യെസ്, ₹33,000 ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ, പൊളിച്ചു. താങ്ക് യു. ബാങ്ക് ഓഫ് കൊച്ചി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് തരുമോ? ഒട്ടും താമസിക്കുന്നില്ല, സമയമില്ലാത്തോണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല.
അപ്പൊ ഇനി നമുക്ക് തിരിച്ചു വരണം ശക്തമായിട്ട് അടിപൊളിയായിട്ട് ഇതുപോലെ പാട്ടും ഡാൻസും സ്കിറ്റും തമാശയും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും. പൊളിക്കണം. പിന്നെ ഓക്കെ